ഭാരതത്തിന്റെ UPI മുന്നേറ്റത്തിന് 10 വയസ്സ്. ഡിജിറ്റൽ ഭാരതം ഓരോ തദ്ദേശീയന്റെയും അഭിമാനമെന്ന് പ്രധാനമന്ത്രിയുടെ ട്വീറ്റ്. നവഭാരതത്തിന്റെ സാമ്പത്തിക വിപ്ലവം ലോകത്തിന് മാതൃകയാണെന്നും കേന്ദ്ര സർക്കാർ അഭിപ്രായപ്പെട്ടു. നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും ചേരുന്നത്. നന്ദൻ, നമ്മുടെ ഈ ഡിജിറ്റൽ സാങ്കേതിക രംഗത്തുള്ള പണമിടപാടുകളും മറ്റും ലോകരാജ്യങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിൽ ഭാരതം വളരുകയാണല്ലോ. അക്കാര്യമാണോ ട്വീറ്റിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മപ്പെടുത്തിയത്? ഗൗതം, 2016 ഓഗസ്റ്റ് 25-നാണ് UPI ട്രാൻസാക്ഷൻ ആദ്യമായി ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്നിപ്പോൾ 10 വർഷം തികയുകയാണ്. ഈ 10 വർഷത്തിനിടയിൽ വലിയ വിപ്ലവകരമായ മാറ്റമാണ് ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ സാമ്പത്തിക രംഗത്ത് ഈ UPI ട്രാൻസാക്ഷൻ നടത്തിയത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ UPIയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ UPI ട്രാൻസാക്ഷനെയൊക്കെ തന്നെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഓരോ ഭാരതീയനും ഇത് അഭിമാനമാണ് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഏതാണ്ട് 11ഓളം രാജ്യങ്ങൾ ഭാരതത്തിൻ്റെ ഈ UPI ട്രാൻസാക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ട്. UAE അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഇത്തരം നടപടികളിലേക്ക് കടക്കുന്നു. മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കും UPI വളർന്നു കഴിഞ്ഞു. അങ്ങനെ UPIയുടെ ഒരു വളർച്ച അത് ഓരോ ഭാരതീയനും അഭിമാനമാണ് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ആ അഭിമാനം അത് പങ്കുവെക്കുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ UPIയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 2016-17 സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് 1.78 കോടിയായിരുന്നു ഈ വാർഷിക ഇടപാട്. അത് 2025-26 വരുമ്പോൾ ഏതാണ്ട് 24,162 കോടിയായിട്ട് ഇതിൻ്റെ ട്രാൻസാക്ഷൻ മാറി എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ചിന്തിക്കാം എത്ര മാത്രം വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, ഓരോ സാധാരണക്കാരിലേക്കും ഓരോ പാവങ്ങളിലേക്കും ഈ UPIയുടെ സാധിച്ചു എന്നുള്ളതും കേന്ദ്ര സർക്കാരിൻ്റെ വലിയ വിജയമാണ്. വളരെ വിപ്ലവകരമായ മാറ്റമാണ് ഈ മേഖലയിൽ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അതാണിപ്പോൾ പ്രധാനമന്ത്രി അതിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്.